ലോകം മുഴുവൻ ഈദ് അൽ അദ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ വിശിഷ്യമായും ലോകം മുഴുവനും എല്ലാവരും പരസ്പരമുള്ള ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് ആഘോഷിക്കുമ്പോൾ ഈദ് ആഘോഷിച്ചാൽ 5 ലക്ഷം ഫൈൻ അടിക്കുകയാണ് പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക്. അഹമ്മദിയ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഞാൻ അവിടെ വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലൊക്കെ ഒരു വൈബ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. ലോക സമാധാനത്തിനൊക്കെ വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ ലീഡേഴ്സ് ഉണ്ട്. വളരെ ആഴത്തിൽ ആത്മീയമായി പഠിക്കുകയും സംവദിക്കുകയും സംഭാഷണങ്ങളും ഡയലോഗുകളും ഒക്കെ നടത്തുന്ന സമൂഹമാണ്. ഇന്ത്യ ടുഡേയുടെ ഈ വാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേയുടെ ഈ വാർത്ത ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് പ്രൊവിൻസിലാണ് അല്ലെങ്കിൽ പ്രവിശ്യകളിലാണ് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മേലുള്ള ഈ ഗ്രിപ്പ് കൂടുതലായി പാകിസ്ഥാൻ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം പാകിസ്ഥാനി റുപ്പി, ഏകദേശം 1.5 ലക്ഷം ഇന്ത്യൻ രൂപ, 5 ലക്ഷം പാകിസ്ഥാനി രൂപയാണ് ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുത്താലോ അല്ലെങ്കിൽ കുർബാനി സാക്രിഫൈസിൽ ചെയ്താലോ, അതായത് ഇത് ഈവൻ ഇൻ പ്രൈവറ്റ്, രഹസ്യമായി പോലും സ്വകാര്യമായി പോലും ആ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഫൈൻ. അതായത് പരിശുദ്ധ എബ്രഹാം പിതാവ് അല്ലെങ്കിൽ എബ്രഹാം നബി, എബ്രഹാം പിതാവ്, എബ്രഹാം ഫാദർ, വ്യത്യസ്ത പേരുകൾ വിളിക്കുന്ന അബ്രാഹാം എന്നും ഇബ്രാഹിം എന്നും ഒക്കെ വിളിക്കുന്ന അദ്ദേഹം തൻ്റെ മകനെ, തൻ്റെ സ്വന്തം സന്താനത്തെ യാഗം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അത് വേണ്ട, നീ ഒരു ലൈഫ് സ്റ്റോക്കിനെ അല്ലെങ്കിൽ മൃഗത്തെ സമർപ്പിച്ചാൽ മതി. അതിൻ്റെ ഓർമ്മയിലാണ്, ത്യാഗത്തിൻ്റെ ഓർമ്മയിലാണ് ഈ പെരുന്നാൾ കൊണ്ടാടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് മേൽ ഇത് ചുമത്തുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് വേദനാജനകമാണ്. ഇന്നത്തെ അഹമ്മദിയ മുസ്ലിങ്ങൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീ അന്നത്തെ, അതായത് പാകിസ്ഥാന്റെ കാലത്തെ അവരുടെ ഹെഡ് അടക്കം അഹമ്മദിയ മുസ്ലിങ്ങൾ മുഹമ്മദ് അലി ജിന്നയ്ക്കൊക്കെ സപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ ഇന്ന് പാകിസ്ഥാനിലെ ഒരു റിപ്രസീവായ ഭരണകൂടം, അവിടെയാണ് ഈ മതവിശ്വാസം തീവ്രമായാൽ, അത് ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇനി വേറൊരു ശ്രീലങ്കയാണെങ്കിലും വേറൊരു രാജ്യമാണെങ്കിലും, ഒരു മതം മറ്റൊരു മതത്തിന്, ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുത് അല്ലെങ്കിൽ അധീശത്വം സ്ഥാപിക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ ആദ്യകാലത്ത് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇന്ന് പോലും അഹമ്മദിയ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യത്യസ്ത തരം അടിച്ചമർത്തലുകൾ തുടങ്ങുകയാണ് അല്ലെങ്കിൽ തുടരുകയാണ്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അഹമ്മദിയ കമ്മ്യൂണിറ്റി, ചില സെൻസസ് പറയുന്നത് 1.5 ലക്ഷമേ ഉള്ളൂ എന്ന് പറയുന്നു. ചില ആൾക്കാർ 4 ലക്ഷം 6 ലക്ഷം അഹമ്മദിയ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലുണ്ടെന്ന് പറയുന്നു. ചില കണക്കുകൾ 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഉണ്ടെന്ന് പറയുന്നു. ഒരു വേരിയഡ് ഫിഗറാണ്. കാര്യം പലപ്പോഴും പാകിസ്ഥാനിലെ അഹമ്മദിയ മുസ്ലിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാറില്ല, ഇവരെ അഹമ്മദിയ മുസ്ലിംസ് എന്നുള്ള ടാഗ് കൊടുക്കാറില്ല, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്തായാലും ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ അവർ പലതരത്തിലുള്ള ഭരണഘടനാപരമായ നിയമപരമായ റിപ്രഷനും മറ്റും ഫേസ് ചെയ്തിട്ടുണ്ട്. അവർ 1974 1974 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം അവരെ മുസ്ലിങ്ങളായിട്ട് തന്നെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും പാകിസ്ഥാന്റെ ഭരണകൂടം ഇവർക്കെതിരെ തെറ്റായി ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളായ തെഹ്രീക്കെ താലിബാൻ, TTP, തെഹ്രീക്കെ ലബൈക്ക് പാകിസ്ഥാനൊക്കെ ഇവരെ ആക്രമിച്ചിട്ടുണ്ട്. ഏകദേശം 2024 ജൂണിൽ 36 തെറ്റായ അറസ്റ്റുകൾ അഹമ്മദികൾക്ക് മേൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കം ഇവരെ അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ നോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അവരുടെ ഗ്രേവുകൾ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങളൊക്കെ ഈ തെഹ്രീക്കെ ലബൈക്ക് പാകിസ്ഥാൻ അവിടെ ഡെസിക്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവിടെ വാൻഡലിസം കാണിച്ചു, അവിടെ അലങ്കോലമാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അഹമ്മദിയ മുസ്ലിങ്ങളുടെ കാര്യം ആ അർത്ഥത്തിൽ വളരെ വിഷമകരമാണ്, വേദനാജനകമാണ്. അവരോടൊപ്പം പൂർണ്ണമായിട്ടും ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. കാര്യം ഏത് വിശ്വാസിയാണെങ്കിലും എവിടെയാണെങ്കിലും, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും, ഇനി ക്രിസ്ത്യാനികൾക്കുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട്, കത്തോലിക്കലുണ്ട്, പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം ഒരുമിച്ച് ചേർക്കാനാണ് അല്ലെങ്കിൽ ആശയപരമായ ഒരു അടിത്തറയോ സ്നേഹത്തിന്റെ ബേസിലും സഹോദരത്തിന്റെ ബേസിലും ഒരു അടിത്തറ ഉണ്ടാക്കാനാണ് പോപ്പ് ഫ്രാൻസിസ് ഒക്കെ ശ്രമിച്ചത്. ഇതേപോലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഐക്യം വേണം, സുന്നികൾക്കിടയിൽ, ഷിയകൾക്കിടയിൽ, വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഐക്യം വേണം. അപ്പോൾ മോഡറേറ്റ് ആയ, അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്ക് വ്യത്യസ്ത ജാതി വിഭാഗങ്ങളുണ്ട്, വ്യത്യസ്ത വിശ്വാസ വിഭാഗങ്ങളുണ്ട്, അമ്പലത്തെ വിശ്വസിക്കുന്നവരുണ്ട്, അമ്പലത്തെ വിശ്വസിക്കാത്തവരുണ്ട്, വേദാന്തികളുണ്ട്, അദ്വൈതികളുണ്ട്, വിശിഷ്ടാദ്വൈതികളുണ്ട്, താന്ത്രിക പാരമ്പര്യം പിന്തുടരുന്നവരുണ്ട്, വൈദിക പാരമ്പര്യം പിന്തുടരുന്നവരുണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളെല്ലാം എല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷേ അവയെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകും. ബുദ്ധിസ്റ്റുകളിലുണ്ട്, പലപ്പോഴും അങ്ങനെയുണ്ട്. എല്ലാ വിഭാഗങ്ങളും പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുകയാണ് പലപ്പോഴും വേണ്ടത്. അപ്പോൾ അഹമ്മദിയർക്കുള്ള എല്ലാവിധ പിന്തുണയും അവിടെ പറയുന്നു. അത് പലപ്പോഴും വളരെ വിഷമകരമാണ്. അവരനുഭവിക്കുന്ന പല തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ചരിത്രപരമായ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളിൽ അഹമ്മദിയ സമൂഹത്തോടൊപ്പം നിൽക്കുന്നു.
അവർക്ക് അങ്ങനെ പെർസിക്യൂഷൻ നേരിടേണ്ടി വരുന്നത് വളരെ വിഷമകരമാണ്. പാകിസ്ഥാനിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകട്ടെ. ആ രീതിയിൽ ഞാൻ വെറുതെ ഒന്ന് ഗ്രോക്കിൽ നോക്കുകയായിരുന്നു. അതായത് പാകിസ്ഥാനിൽ ഉള്ള അഹമ്മദിയരുടെ ഈ പെർസിക്യൂഷനും മറ്റും വളരെ വേദനാജനകരമാണ്. ഒരുപാട് വേദനാജനകമായ കാര്യങ്ങളാണ് അതിൽ വായിക്കാൻ കിട്ടുന്നത്. അഹമ്മദിയ ഒരു നോബൽ പ്രൈസ് വിന്നർ ഉണ്ടായിരുന്നു, ഡോക്ടർ അബ്ദുൽ സലാം, പാകിസ്ഥാന്റെ ഫസ്റ്റ് ആൻഡ് ഒൺലി നോബൽ പ്രൈസ് വിന്നർ. നോബൽ പ്രൈസ് അദ്ദേഹത്തിന് 1979 കിട്ടിയത്, ഇലക്ട്രോ വീക്ക് യൂണിഫിക്കേഷൻ തിയറി. അദ്ദേഹം പോലും ഒരുപാട് പെർസിക്യൂഷൻ അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു. അവസാനം പാകിസ്ഥാനിൽ നിന്ന് പോയി UK അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഭാഗം ചെലവഴിച്ചത്. അപ്പോൾ ഏത് രാജ്യത്തും, ഇന്ത്യയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, ശ്രീലങ്കയിലാകട്ടെ, ബർമയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, UK ആഫ്രിക്കയിലാകട്ടെ, മിഡിൽ ഈസ്റ്റിലാകട്ടെ, ഏത് രാജ്യത്തും എവിടെ പെർസിക്യൂഷൻ ഉണ്ടെങ്കിലും അവിടെ വേട്ടയാടപ്പെട്ട ജനതയോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ശക്തനോടൊപ്പമല്ല, ദുർബലനോടൊപ്പമാണ് നിൽക്കേണ്ടത്. ശക്തനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശക്തനെയും ദുർബലനെയും സമാധാനത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിൽ കൊണ്ടുവരാൻ നമുക്കാകട്ടെ. ലോകത്തിലെ എല്ലാവർക്കും ഈ വലിയ വിശുദ്ധ പെരുന്നാൾ ദിനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നു. അഹമ്മദീയർക്കും ലോകത്തെല്ലാവർക്കും ഇത് സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ കഴിയട്ടെ. ഗോഡ് ബ്ലെസ്.